ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സെപ്റ്റംബർ 3 മഹാനായ വിശുദ്ധ ഗ്രിഗറി. 540 അദ്ദേഹം ജനിച്ചത്. 604 മരിച്ചത്. മഹാനായ ഗ്രിഗറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 590 മുതൽ 604 വരെ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പിയായിരുന്നു. ആധുനിക വിദ്യാഭ്യാസ രീതി നടപ്പാക്കിയത് അദ്ദേഹമാണ്. എഴുത്തുകാരനാണ്. സഭയുടെ വേദപാരംഗതനാണ്. ലത്തീൻ സഭാപിതാക്കന്മാരിൽ ഒരാളാണ്. കത്തോലിക്കരും ഓർത്തഡോക്സ് സഭകളും പ്രൊട്ടസ്റ്റന്റുകാരും വിശുദ്ധനായി വണങ്ങുന്നു മഹാനായ ഗ്രിഗറിയെ. പാശ്ചാത്യ പൗരത്വ സഭകളുടെ ഐക്യത്തിന് വേണ്ടി ധാരാളം സംഭാഷണങ്ങൾ നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ സംഭാഷണപ്രിയനായ ഗ്രിഗറി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഡയലോഗ്, ഒരു സംഭാഷണം കൊണ്ട് തീരാവുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സംഭാഷണങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിൽ ഐക്യത്തോടെ പോകാൻ വേണ്ടി. റോമായിലെ ഒരു സെനറ്ററുടെ മകനായിരുന്നു ഗ്രിഗറി. 30-ാം വയസ്സിൽ റോമായിൽ പ്രീഫെക്റ്റ് ആയിരുന്നു. രാഷ്ട്രീയക്കാരനായ ഗ്രിഗറി ഏകാന്ത സന്യാസ സമൂഹത്തിൽ ചേർന്നെങ്കിലും അവിടെ തുടരാൻ കഴിഞ്ഞില്ല. പലരും വിളിക്കപ്പെടുന്നു, ചിലർ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സന്യാസം ഉപേക്ഷിച്ചു. പിന്നീട് പെലാജിയസ് 2-ാമൻ മാർപ്പാപ്പയാണ് ഗ്രിഗറിയെ ഡീക്കനായി അഭിഷേകം ചെയ്യുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള അംബാസഡറായി ഗ്രിഗറിയെ പെലാജിയസ് പാപ്പ നിയമിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള അംബാസഡറായി. അപ്പോഴാണ് ഈ പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ തമ്മിലുള്ള ഐക്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. സന്യാസ പശ്ചാത്തലം എന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ഗ്രിഗറി. എന്നാൽ കുറേ രാഷ്ട്രീയ പരിചയം ഉണ്ടായതുകൊണ്ട് പാപ്പസ്ഥാനത്തെ അത് വളരെ നന്നായിട്ട് തുണച്ചു. രാഷ്ട്രീയമായിട്ടുള്ള നയം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ പരിചയം അദ്ദേഹത്തെ സഹായിച്ചു. ആരാധനാക്രമം പരിഷ്കരിച്ച് നടപ്പാക്കി. മധ്യയുഗത്തിൽ മഹാനായ ഗ്രിഗറി അറിയപ്പെട്ടിരുന്നത് ക്രൈസ്തവ ആരാധനയുടെ പിതാവ് എന്നാണ്. ദ ഫാദർ ഓഫ് ക്രിസ്ത്യൻ വേർഷിപ്പ്. അധ്യാപകരുടെയും സംഗീതജ്ഞരുടെയും ഗായകരുടെ ഒക്കെ ഒരു പാലക പുണ്യാളനാണ് മഹാനായ ഗ്രിഗറി. ഗ്രിഗോറിയൻ സംഗീതം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് യൂട്യൂബിലോ മറ്റേതെങ്കിലും ചാനലെടുത്തിട്ട് ഗ്രിഗോറിയൻ ചാണ്ട് എന്ന് എഴുതുക. എന്നിട്ട് ഗ്രിഗോറിയൻ ചാണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മാത്രം മതി ഈ മഹാനായ ഗ്രിഗറിയെ ഓർക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാനായിട്ട്. ഈ മഹാനായ ഗ്രിഗറിയോടൊപ്പം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റ് ആളുകളെ നമുക്കൊന്ന് കാണാം. ഐഗിൽഫുസ് ഓഫ് ലെറിൻസ്, അംബ്രോസ് ഓഫ് സെൻസ്, അമ്മോൻ ഓഫ് ഹെറാക്ലെയ, ഒക്സാനുസ്, ബാലിൻ, ബസിലിസ ഓഫ് നിക്കോമേദിയ, ബ്രിഗിഡ ഓഫ് യേസുസ്, ഹാരിത്തോൺ, Hrodegang of Sies, Fulgentius the Martyr, Guvala of Brescia, Hereswitha, Hermann of Heidelberg, Maccanisius, Mansuetus of Tula, Marinus, Martiniano of Como, Natalis of Casale, Phoebe of Rome, Regulus of Reims, Ramaclus, Teresa of Urema, Vitalian of Capua, Zeno, Hermits of Etting, Archen, Garden, Heinrietta. Martyrs of Algeria, Denis Leclerc, Jean Little John. Martyrs of Aquileia, 4 പേര്. Martyred in Capua, Antoninus Aristeus. Martyred in Cordoba, Abundus Marcus Sandila. Martyrs of Nagasaki, 6 പേര്. Martyrs of Seoul, 6 പേര്. Martyrs of September, 191 പേര്. Martyred in the Spanish Civil War, Andrea Calle Gonzalez, Baldomar Baro Riera, Concepcio Perez Giral, Dolores Ursula Caro Martin, Hilario de Santiago Paredes, Jovan Pastor Marco, Joaquim Balcells Bosch, Juan Aguilar Donis, Lorenzo Gutierrez Royo, Manuel Galzera Videlet, Martin Salinas Canizares, Pius Salvans Corominas, Alberto Besozzi, Aristion of Alexandria, Commendator di Cordova, Deus Dedet, Quenburga of Bimbona. വിശുദ്ധരെ സ്വർഗീയ ലിറ്ററിൽ പങ്കെടുക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കപ്പെട്ട അങ്കിയുമെടുത്ത് കുരുത്തോലയും കൈപ്പിടിച്ച്, കുരുത്തോല എന്ന വാക്കിന് ഗ്രീക്ക് ഫീനിക്സ് എന്ന് പറഞ്ഞാൽ ഫീനിക്സ് പക്ഷി,
ചാരത്തിൽ നിന്ന് ഒരൊറ്റ പക്ഷികളോ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വലിയ പ്രതീകമാണ് വിശുദ്ധർ മരിച്ച് ഉത്ഥാനം ചെയ്തിരിക്കുന്നു. അതാണ് എൻ്റെ അർത്ഥം. സ്വർഗത്തിൽ ഇറ്റത്തിൽ പങ്കെടുക്കുന്നു. അവരുടെ ഓർമ്മ, ക്രിസ്തുവിന് വേണ്ടി അവർ ചെയ്ത കാര്യം അവരുടെ ഓർമ്മയ്ക്കായി സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തൊക്കെ പ്രസ്താവിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട്. മർക്കോസ് 14:9. അതനുസരിച്ചാണ് നമ്മൾ വിശുദ്ധരെ ഓർക്കുന്നത്. മാത്രമല്ല, ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ പുകച്ചുരുളായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഉയരുന്നുവെന്നും വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ആംഗ്ലിക്കൻസും അങ്ങനെയുള്ള കുറേ പേരെല്ലാം വിശുദ്ധരെ ഓർക്കുന്നത്. ഈ തിരുവചനങ്ങളെല്ലാം അവമാനിക്കുന്നവരാണ് വിശുദ്ധരെ വണങ്ങുന്നതെല്ലാം വിഗ്രഹാരാധന എന്നും പറഞ്ഞ് നടക്കുന്നത്. അവർ തിരുവചനത്തെ അവമാനിക്കുന്നു. നമുക്കൊരു മാനസാന്തരപ്പെടുത്താൻ നോക്കാം. വിശുദ്ധരോടും പറയാം, കർത്താവിനോടും പറയാം, പരിശുദ്ധ കന്യാമറിയത്തോടും പറയാം, അവരെ മാനസാന്തരപ്പെടുത്തണമേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ എന്ന്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.